ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ശ്രദ്ധേയമായ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ ഫലം അല്പസമയത്തിനകം വരികയാണ്. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും എന്ത് രാഷ്ട്രീയ നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്നത് വലിയ രാഷ്ട്രീയ കൗതുകം തന്നെയാണ്. ഹരിയാന കോൺഗ്രസിന് ഭരണത്തിലേക്ക് എത്താനുള്ള വഴിയൊരുക്കുമെന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീരിൽ ഹങ് അസംബ്ലി എന്ന സാധ്യത എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രരും ചെറുപാർട്ടികളും എന്ത് റോൾ എടുക്കും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹരിയാനയിൽ ഇനി ജാട്ട് വോട്ടുകൾ ഭിന്നിക്കുന്നു, പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നു. BJPക്ക് അവിടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് അവർ വീണ്ടും വാദിക്കുന്നു. പക്ഷേ കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് 65 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അപ്പോൾ ഹരിയാനയിൽ സർക്കാർ രൂപീകരണത്തിന്റെ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട്. അവിടെ നിരീക്ഷകരെ ഇന്ന് തന്നെ അയക്കുമെന്നാണ് AICC നേതൃത്വം ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഹരിയാന കോൺഗ്രസിനൊപ്പം പോകും കോൺഗ്രസിലേക്ക് എന്ന് കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് ഉറപ്പിച്ച മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തൊക്കെ അട്ടിമറി അവിടെ നടക്കാനിരിക്കുന്നു എന്നത് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അമ്പെ പരാജയപ്പെട്ടത് നമ്മളുടെ മുന്നിലുണ്ട്. അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് എന്തെങ്കിലുമൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അട്ടിമറിക്കുന്ന റിസൾട്ട് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. 8:15, 8:30 ആദ്യ ഫലസൂചനകൾ ജമ്മു കാശ്മീരിൽ നിന്നും ഹരിയാനയിൽ നിന്നും നമുക്ക് ലഭിക്കും. ഒരിക്കൽ കൂടി നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. വിനീത VG AICC ആസ്ഥാനത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനീത, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. 100 ദിവസം പിന്നിടുന്നു. ശ്രദ്ധേയമായ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഇനി മഹാരാഷ്ട്രയും ജാർഖണ്ഡും അടക്കം വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലത്തെ സ്വാധീനിക്കുന്നതായിരിക്കുമല്ലോ സ്വാഭാവികമായും ഹരിയാനയിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും വരാനിരിക്കുന്ന റിസൾട്ട്. BJPയുടെയും കോൺഗ്രസിൻ്റെയും ദേശീയ നേതൃത്വം എങ്ങനെയാണ് ഈ മണിക്കൂറുകളെ കാണുന്നത്? എന്തൊക്കെയാണ് ഡൽഹിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ? വിനീത. തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ AICCക്ക് മുന്നിലാണുള്ളത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ ഉള്ളത്. അവർ ഈ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവിടെ രാവിലെ മുതൽ തന്നെ എത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി സേന എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ ഈ ഘട്ടത്തിലും ഉള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് അവർക്ക് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഈ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. देखिए, मैं समझता हूँ आज हम बड़े उत्साह में हैं कि राहुल गांधी की भारत जोड़ो यात्रा, न्याय यात्रा और राहुल गांधी को पूरे भारत की जनता पसंद करी है। और हरियाणा के लोगों को धन्यवाद देता हूँ कि इतने बड़े बहुमत से आप सरकार लेकर आ रहे हैं। ये आपकी सरकार है, आपके बच्चों की सरकार है, आपका काम करेगी। राहुल गांधी जी के नेतृत्व में दिशा निर्देश मैं समझता हूँ हरियाणा आगे बढ़ेगा। पिछले कुछ सालों से मैं भी हरियाणा से आता हूँ, बहुत दुखी हैं लोग। ना नौकरी है, ना महिला की सुरक्षा है, ना किसान का समाधान है, ना व्यापारी का काम है। चारों तरफ से हरियाणा चारों खाने चित कर दिया है। उनको मुख्यमंत्री भी हटाना पड़ा। यही दर्शाता है कि वो फेल हो गए हैं और भारत और हरियाणा की जनता राहुल गांधी के नेतृत्व में परचम लहराएंगे हम देश में। हम राहुल प्रियंका गांधी सेना के लोग हैं और पूरा देश को फिर हम तो कार्यकर्ता, हमें तो पता है कि पेपर अच्छा दिया, परिणाम भी अच्छे आएंगे। और उन्होंने चोरी और डकैती करी तो उसका भी हम विरोध करेंगे। തീർച്ചയായും വിജയകുമാർ ഈ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര, നിധി യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് സർക്കാരുകളുടെ സമയത്തൊക്കെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രീതിയിലേക്ക് പ്രചരണ രംഗത്തേക്ക് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുമുണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ ഇന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. വലിയ പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകളുള്ളത്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ AICCക്ക് മുൻപിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ രാഹുൽ പ്രിയങ്ക ഗാന്ധി സേന എന്നൊക്കെ ബോർഡുകളിൽ എഴുതിയിട്ടുണ്ട്. ഹരിയാനയിൽ സ്നേഹത്തിന്റെ കട കോൺഗ്രസ് തുറക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇങ്ങനെ വലിയ പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകൾക്കുള്ളത്. അതായത് കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നത് തന്നെയാണ് എക്സിറ്റ് പോളിന്റെ ഫലവുമുള്ളത്. പക്ഷേ ഇപ്പോഴും BJP ക്യാമ്പുകളും പ്രതീക്ഷ കൈവിടുന്നില്ല. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ ഒരു പ്രതീക്ഷ നൽകുന്നില്ല എങ്കിൽ പോലും ജനങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നു എന്നൊക്കെ തന്നെയാണ് BJPയുടെയും നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ AICCയിലേക്ക് എത്തുകയും ഹരിയാനയിൽ നിന്ന് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡുമൊക്കെയായി പ്രത്യേക കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുമുണ്ടായിരുന്നു. ഇങ്ങനെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇരു പാർട്ടികളും ഉള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഇരു മുന്നണികളെയും, അതായത് കോൺഗ്രസിനെയും ഒപ്പം തന്നെ BJPയും സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം തന്നെയാണ്. ഇതിനോടകം തന്നെ കർഷക
കർഷകർ നേരിട്ട പ്രശ്നങ്ങൾ, ഗുസ്തി താരങ്ങൾ നേരിട്ട പ്രശ്നങ്ങളൊക്കെ ഹരിയാനയിൽ കോൺഗ്രസ് പ്രചരണായുധമാക്കി. ജമ്മു കാശ്മീരിൽ 370-ാം വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആ പ്രചരണം ഉണ്ടായിരുന്നത്. റാലികളിൽ മുതിർന്ന നേതാക്കളടക്കം ഒന്നിച്ചു പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. രാവിലെയോടുകൂടി തന്നെ കോൺഗ്രസ് ക്യാമ്പുകളിൽ ആ എക്സിറ്റ് പോൾ ഫലത്തിന്റെ കൂടി ഊന്നലിൽ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ആഘോഷ പരിപാടികളൊക്കെ തന്നെയായിരിക്കും കോൺഗ്രസിൽ വരും മണിക്കൂറുകളിലേക്ക് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകളിലുള്ളത്. BJP ക്യാമ്പുകളും ഇപ്പോഴും പ്രതീക്ഷ തന്നെയാണ്. അവസാന ഘട്ടത്തിലും അവർ ആ പ്രതീക്ഷ കൈവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, AICC ആസ്ഥാനത്ത് പതിവ് പോലെയല്ല ഇത്തവണ രാവിലെ വോട്ടെണ്ണലിലൊക്കെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രവർത്തകരെത്തുന്നു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ, ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായുണ്ട് എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ അതൊക്കെ ആത്മവിശ്വാസം നൽകുന്നുണ്ട് കോൺഗ്രസിന്. പ്രവർത്തകരൊക്കെ രാവിലെ എത്തി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസ് ക്യാമ്പ് കുറെ കൂടി ആത്മവിശ്വാസത്തോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നു എന്നത് കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന്റെ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിലേക്ക് സൂചനയാണല്ലേ? മാത്രമല്ല, വിജയകുമാർ സൂചിപ്പിച്ച പോലെ അവിടുത്തെ ഈ സാമുദായിക വോട്ടുകളുടെ ഒരു രാഷ്ട്രീയവൽക്കരണം ഇത്തവണ നടന്നിട്ടുണ്ട്. കാരണം ജാട്ടിതര വോട്ടുകൾ, അതോടൊപ്പം തന്നെ പിന്നാക്ക വോട്ടുകൾ, ഇതൊക്കെ തന്നെ അവിടെ ജനവിധി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതൊക്കെ ഇത്തവണ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. അതിന് ഈ ഗുസ്തി താരങ്ങളുടെ സമരം, കർഷകരുടെ പ്രതിഷേധം, ദളിത് വിഷയങ്ങൾ, അങ്ങനെ അഗ്നിവീർ പോലെയുള്ള വിഷയങ്ങൾ, ഇതൊക്കെ BJP യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഹരിയാനയിൽ. ഉറപ്പായും ഉപയോഗിച്ച് ഇത് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ്, അതിൻ്റെ പേസ് വീണ്ടെടുക്കുന്ന ഒരു കാലമാണെന്ന് ഉറപ്പായും പറയാം. അത് ഹരിയാനയിൽ കാണാം. അത് പ്രചരണത്തിലുടനീളം രാഹുൽ ഗാന്ധി ആവട്ടെ, ഭൂപേന്ദ്ര ഹൂഡയ്ക്കാവട്ടെ, കോൺഗ്രസിന് ഹരിയാനയിൽ അതിഭീകരമായ കോൺഫിഡൻസ്, വലിയ ആത്മവിശ്വാസം ആദ്യം മുതൽ തന്നെ അവരുണ്ടായിരുന്നു. അവർ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ അവർ ജയിക്കുമോ തോക്കുമോ എന്നതിനപ്പുറം ചർച്ച ആര് മുഖ്യമന്ത്രി എന്നതിലേക്ക് പോകുന്ന തരത്തിൽ അവരുടെ കോൺഫിഡൻസ് വന്നു. ഇതാ ഇപ്പോൾ AICC ആസ്ഥാനത്തും ആ കോൺഫിഡൻസ് കാണാം. ദീർഘനാളിന് ശേഷം എന്ന് പറഞ്ഞാൽ BJPയുടെ തേരോട്ടം തുടങ്ങി, അല്ലെ നരേന്ദ്രമോദിയുടെ തേരോട്ടം തുടങ്ങിയതിന് ശേഷം ആ തേരോട്ടകാലത്തിനൊടുവിൽ അല്ലെങ്കിൽ ആ തേരോട്ടത്തിൽ ഏതാണ്ട് അപ്രസക്തമായി പോയി, അല്ലെങ്കിൽ ഏതാണ്ട് വാനിഷിംഗ് മോഡിലാണ് എന്ന് കരുതിയിരുന്ന കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പഴയകാല പ്രതാപം, അല്ലെങ്കിൽ അതിൻ്റെ പഴയകാല പേസ് വീണ്ടെടുക്കുന്ന കാഴ്ച നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ഹരിയാനയിൽ ജമ്മു കാശ്മീരിലൊക്കെ അത് കാണുന്നുണ്ട്. അത് ഈ പറയുന്ന ഒരു പുതിയ കാറ്റിൻ്റെ, ഒരു പുതിയ സ്വിങ്ങിൻ്റെ തുടക്കമാണോ എന്ന സംശയമൊക്കെ നമുക്ക് എന്തായാലും വോട്ടെണ്ണൽ കഴിയുമ്പോൾ പറഞ്ഞു തുടങ്ങാം. എന്തായാലും ഹരിയാനയിൽ ഈ പറഞ്ഞ ജാട്ടിതര വോട്ട് ജാട്ട് വോട്ടുകൾ BJP അതിന് പൂർണ്ണമായി തന്നെ വിട്ടുപോയി. ജാട്ടിതര വോട്ടുകളിലേക്ക് BJP ജാട്ട് വോട്ടുകൾ അത്രയ്ക്ക് പോവുകയാണെങ്കിൽ പോകട്ടെ എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു സമുദായം ഏതെങ്കിലും പാർട്ടിക്കൊപ്പം നിന്നാൽ മറു സമുദായത്തിന് പ്രശ്നമുണ്ടാകും. അപ്പോൾ ബാക്കി പറഞ്ഞ എല്ലാ സമുദായങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരു ബ്രാഹ്മണരാവട്ടെ OBC ആവട്ടെ, എല്ലാ സമുദായങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അതേസമയം തന്നെ JJPയും INLDയും ഉണ്ടാക്കാൻ പോകുന്ന ഈ ജാട്ട് വോട്ട് ഷിഫ്റ്റിൽ അല്ലെങ്കിൽ വോട്ട് കട്ടിങ്ങിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരുന്നു BJPയുടെ ഇലക്ഷൻ തന്ത്രങ്ങൾ അത്രയും. പക്ഷേ ആ ഇലക്ഷൻ തന്ത്രങ്ങളൊക്കെ അത്ര കണ്ട് വിജയിക്കുന്നു എന്ന് തോന്നുന്നില്ല. കാര്യം INLDക്കാവട്ടെ JJPക്കാവട്ടെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഈ പറഞ്ഞ എക്സിറ്റ് പോളുകളൊന്നും കാര്യമായി പറയുന്നില്ല. അങ്ങനെയെങ്കിൽ അവിടെ ഈ കോൺഗ്രസ് BJP നേർക്കുനേർ പോരിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ആ നേർക്കുനേർ പോരിൽ BJP അടപടലം താഴെ വീഴുകയാണെങ്കിൽ അത് ഉറപ്പായും BJPക്ക് നൽകുന്ന, എന്ന് പറഞ്ഞാൽ സ്വാഭാവിക 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് പറഞ്ഞു നിൽക്കാൻ വേണമെങ്കിൽ. പക്ഷേ അതിനപ്പുറം തീരെ ശോചനീയമായ, വളരെ മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് BJPക്കുള്ളിലെ നരേന്ദ്രമോദി മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടും. അതല്ല, ഈ പറയുന്ന സമഗ്രാധിപത്യത്തിലേക്ക് 60 സീറ്റുകളൊക്കെ പിടിച്ച് വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തിളക്കം കുറച്ചുകൂടി തേജോമയമാകും കോൺഗ്രസിനുള്ളിൽ. അങ്ങനെ കുറേയധികം ഫാക്ടറുകൾ ഹരിയാനയിൽ എന്തായാലും ഉണ്ട്. ഇവിടെ നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഈ ഭൂപീന്ദർ സിംഗ് ഹൂഡ അവിടെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഹരിയാനയിലെ കോൺഗ്രസിനുള്ള ആലോചന ജയിക്കുമോ തോക്കുമോ എന്നതുപോലും ആയിരുന്നില്ല. അവിടെ മുഖ്യമന്ത്രിയാവുക ഹൂഡയാണോ കുമാരശൈലജയാണോ എന്നതൊക്കെയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് അവിടെ ഏതാണ്ട് പൂർണ്ണമായ ആധിപത്യം, സമഗ്രാധിപത്യം ഹൈക്കമാൻഡ് വെച്ചു സമ്മതിച്ചു കൊടുക്കുന്ന നമ്മൾ കണ്ടു. ഇത്തവണ രൺദീപ് സിംഗ് സുർജേവാല വലിയ പ്രശ്നമുണ്ടാക്കിയില്ല. അവിടുത്തെ ഈ പറഞ്ഞ ഫ്രാക്ഷൻ വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. എല്ലാം ഹൂഡ തന്നെയായിരുന്നു. ഹൂഡ പറഞ്ഞവരെ ഏതാണ്ട് കൂടുതൽ പേരെ ഹൂഡ പറഞ്ഞവരെ സ്ഥാനാർത്ഥികളാക്കിയ എല്ലാ ചർച്ചകളും ഹൂഡ തന്നെയായിരുന്നു. ഹൂഡയുടെ സമഗ്രാധിപത്യത്തിൻ്റെ തുടർച്ചയിൽ ഹൂഡ മാറി വേറൊരാൾ അവിടെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതണോ നിതിൻ?
ആഷ്മി, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും സമവാക്യത്തിലെല്ലാം തന്നെ നമുക്ക് അങ്ങനെ കരുതാൻ സാധിക്കില്ല. കാരണം ഹൂഡ എന്ന ജാട്ട് മുഖത്തെ മുൻനിർത്തിയാണ് കോൺഗ്രസിന്റെ എല്ലാം തന്നെ പ്രചരണം മുന്നോട്ട് പോയത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ആ ഒരു മേധാവിത്വം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ഡൽഹിയുടെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഫാക്ടർ ഇവിടെ പ്രകടമാകുമെന്ന് പ്രതീക്ഷിച്ചു. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുമായുള്ള ഒരു സഖ്യം, അതോടൊപ്പം തന്നെ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്തരം ചില നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സീറ്റ് വിഭജനമടക്കം തന്നെ വലിയ പിടിവാശികൾ ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും വെച്ചു പുലർത്തി. അങ്ങനെ കോൺഗ്രസിന് ഒരു കൃത്യമായ കോൺഫിഡൻസ് നൽകുന്ന ഒരു സംസ്ഥാനമായി തന്നെ ഹരിയാന മാറിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 89 സീറ്റുകളിൽ ഹരിയാനയിൽ ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ഇത്തവണ എന്തായാലും കോൺഗ്രസ് അല്ലാതെ മറ്റൊരു മേധാവിത്വം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ ആദ്യം മുതൽ തന്നെ നേതാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കിടയിലും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇത്തവണ ഈ സീറ്റ് വിഭജനത്തിലടക്കം കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി ഒപ്പം ചേരേണ്ട എന്ന തീരുമാനത്തിലേക്ക് എടുക്കാൻ കാരണം. നേരത്തെ തന്നെ കോൺഗ്രസ് മുൻകൂട്ടി ഒരു ഫോർമുല, അതായത് ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഹരിയാനയിലെ മണ്ഡലങ്ങളിൽ എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് സീറ്റുകൾ നൽകാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിനപ്പുറം ആം ആദ്മി പാർട്ടി ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ ഹൂഡ അതിൽ കൃത്യമായി ഇടപെട്ടു. അതിൽ ഹൂഡ ഈ ഒരു ചർച്ചകൾക്കെല്ലാം തന്നെ അതിലൊരു തടയിട്ടുകൊണ്ട് പിന്നീട് CPM ഒരു സീറ്റ് നൽകുന്ന ഒരു നിലയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു 90 അംഗ നിയമസഭയിൽ 89 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഒരു സീറ്റിൽ CPM നൽകി. എന്തായാലും ആ ഒരു സഖ്യത്തിൽ പോലും ഹൂഡയുടെ കൃത്യമായ ഇടപെടലുണ്ടായി. അതുകൊണ്ട് തന്നെ ഹൂഡയെ മുൻനിർത്തി തന്നെയാണ് പ്രചരണവും അതോടൊപ്പം തന്നെ മറ്റ് ചർച്ചകളെല്ലാം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഹൂഡയ്ക്കപ്പുറം ഒരു പേര് എന്ന നിലയിൽ തന്നെ ഇത്തവണ എന്തായാലും കോൺഗ്രസ് പരീക്ഷിക്കില്ല. കാരണം 2004 ജാട്ട് മുഖത്തെ പരീക്ഷിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിച്ചത്. അതേ ഫോർമുല ഇത്തവണ 60-ലധികം സീറ്റുകൾ നേടി തങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഹൈക്കമാൻഡും ഇപ്പോൾ ഉള്ളത്. നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ കുമാരി ഷെൽജ അതോടൊപ്പം രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ള പേരുകളെല്ലാം തന്നെ ഈ ഹരിയാനയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ ഉയർന്നു വരുന്നെങ്കിൽ പോലും ഹൂഡയ്ക്കപ്പുറം മറ്റൊരു പേരിലേക്ക് എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസ് അങ്ങനെ പരീക്ഷിക്കില്ല എന്ന് തന്നെ പറയാം. എന്ന ചോദ്യം നിൽക്കും. പക്ഷേ ഹൂഡയ്ക്ക് മുകളിൽ തൽക്കാലം ആരും പറക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. കാര്യം കുമാരി ഷെൽജ പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പോലും കുമാരി ഷെൽജ ഒരു പരിധിയിൽ കൂടുതൽ കേട്ടിരുന്നില്ല കോൺഗ്രസ്. ഹൂഡയ്ക്ക് തന്നെയായിരുന്നു അപ്പർ ഹാൻഡ് കൊടുത്തു കോൺഗ്രസ്. പക്ഷേ അതിന് അതേസമയം ആദിവാസി നേതാവായ ഷെൽജയെ പിണക്കാതിരിക്കാനും കോൺഗ്രസ് ശ്രമിച്ചു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സുർജേവാല, ഈ പറയുന്ന കുമാരി ഷെൽജ അടക്കമുള്ളവർ അണിനിരുന്ന സ്റ്റേജൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ സമയം എത്രയാണ്? ഇനിയിപ്പോൾ 1 മണിക്കൂർ, ഇനിയിപ്പോൾ 1 മണിക്കൂറും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് 8 മണിയാവാൻ ബാക്കി. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ തുടങ്ങാൻ പോകുന്നു. അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 8:15, 8:20, 8:30, 8:35 പരമാവധി ആദ്യ ഫലസൂചന പ്രേക്ഷകരിലേക്ക് വളരെ ഷാർപ്പായി എത്തിക്കാൻ നമ്മുടെ ടീം സജ്ജമാണ്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മാജിക് സ്ക്രീനാണ്. നോക്കൂ, ഏറ്റവും ടോപ്പിൽ ഹരിയാന, താഴെ ജമ്മു കാശ്മീർ. ഒറ്റ നോട്ടത്തിൽ, ഒറ്റ കാഴ്ചയിൽ തന്നെ എന്ത് സംഭവിക്കുന്നു വളരെ ഭംഗിയായി, വളരെ വ്യക്തമായി ക്ലാരിറ്റിയോടെ അറിയാൻ കഴിയുന്ന മാജിക് സ്ക്രീനിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി സ്വാഗതം.